ടെക് ട്രിവാൻഡ്രം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡോക്കർ ടെക്നോളജിയെക്കുറിച്ചുള്ളൊരു സീരീസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. 13 സെഷൻസ് ഉള്ള ഒരു സീരീസ് ആയിരുന്നു അത്. അപ്പോൾ നിങ്ങളെല്ലാവരും ആ ഒരു സീരീസ് കണ്ടു നോക്കി പഠിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഡോക്കർ ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് പ്രോജക്ട്സ് ആണ്. അതായത് ഇനി വരുന്ന സെഷൻസിൽ കുറച്ച് പ്രോജക്ട്സ് എക്സാമ്പിൾസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഡോക്കർ ഉപയോഗിച്ച്. നിങ്ങൾക്ക് റിയൽ വേൾഡ് ലൈവ് സിനാരിയോസിലൊക്കെ ആവശ്യം വരുന്ന രീതിയിലുള്ള ഡോക്കർ പ്രോജക്ട്സ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സെഷനാണ് നിങ്ങൾ ആദ്യം കാണുന്നതെങ്കിൽ, അതായത് മുമ്പുള്ള ഡോക്കർ സീരീസ് കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കണ്ട് മനസ്സിലാക്കിയ ശേഷം ഈ ഒരു സീരീസ് കാണുന്നതായിരിക്കും നല്ലത്. കാരണം ഈ സെഷനിൽ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്ത കഴിഞ്ഞ ആ ഒരു 13 സെഷൻസിലും ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തൊരു പ്രോജക്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ എക്സാമ്പിൾ പ്രോജക്റ്റായിട്ട് ആദ്യം ഒരു സിമ്പിൾ പ്രോജക്റ്റാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. വേർഡ്പ്രസ് എന്ന് പറഞ്ഞൊരു കണ്ടൻറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഡോക്കർ ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്ക് ഡിപ്ലോയ് ചെയ്ത് സെറ്റപ്പ് ചെയ്ത് എടുക്കാം എന്നുള്ളതാണ്. ഇപ്പോൾ വേർഡ്പ്രസ് കണ്ടൻറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഒരു കൺവെൻഷണൽ മെത്തേഡിൽ നമ്മൾ അങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യാൻ പോകുന്നതെങ്കിൽ കുറച്ച് ടൈം കൺസ്യൂമിങ്ങും കുറച്ച് കൺഫ്യൂഷൻ വരുന്ന രീതിയിലുള്ള കുറച്ച് സ്റ്റെപ്സൊക്കെ അതിലുണ്ട്. ഓക്കെ, ലിനക്സിലാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെങ്കിൽ മെയിനായിട്ടും ഇതൊക്കെ ലിനക്സിലാണ് നമ്മൾ സെറ്റപ്പ് ചെയ്ത് എടുക്കുന്നത്. ഓക്കെ, വിൻഡോസിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനെ വരുന്ന കൺവെൻഷണൽ മെത്തേഡ് ഫോളോ ചെയ്യുമ്പോൾ വരുന്ന പ്രശ്നങ്ങളും അത്രയും ടൈം എടുക്കാതെയും ഒക്കെ നമുക്ക് പെട്ടെന്ന് നമുക്ക് അതാണല്ലോ ഡോക്കറിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുമ്പുള്ള കോഴ്സിൽ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്കർ ഉപയോഗിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് എങ്ങനെ ഡിപ്ലോയ് ചെയ്ത് സെറ്റപ്പ് ചെയ്തെടുക്കാം എന്നുള്ളത് നമ്മൾ ഇന്നത്തെ ഈ ഒരു പ്രോജക്റ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് നോക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു പ്രാക്ടിക്കൽ പ്രൊജക്റ്റ് സെഷനിലേക്ക് സ്വാഗതം. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ, നിങ്ങൾക്ക് ഇതിൻ്റെ കണ്ടൻസ് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഒന്ന് ദയവായി സബ്സ്ക്രൈബ് ചെയ്യുകയും ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. നമുക്ക് സെഷനിലേക്ക് കിടക്കാം. ഇപ്പം നമ്മൾ പ്രാക്ടിക്കൽ സെഷനിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് വേർഡ്പ്രസ് എന്താണെന്നുള്ളതിനെക്കുറിച്ചൊരു ബ്രീഫായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് കിടക്കുന്നില്ല, കാരണം ഇതൊരു വേർഡ്പ്രസ് ട്യൂട്ടോറിയൽ സീരീസ് അല്ലാത്തത് കൊണ്ട് തന്നെ. ഓക്കെ, അപ്പോൾ വേർഡ്പ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഓപ്പൺ സോഴ്സ് കണ്ടൻറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. അപ്പോൾ ഇത് മോസ്റ്റ്ലി ഇപ്പോൾ യൂസ് ചെയ്യുന്നത് വെബ്സൈറ്റ്സ് ക്രിയേറ്റ് ചെയ്യാനും ഓൺലൈൻ ബ്ലോഗ്സ് ക്രിയേറ്റ് ചെയ്യാനും ഓൺലൈൻ സൈറ്റ്സ്, അതായത് ഓൺലൈൻ സ്റ്റോഴ്സ്, അതായത് കൊമേഴ്സ്, ഇപ്പോൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നതിനൊക്കെ ഉള്ള അങ്ങനത്തെ വെബ്സൈറ്റ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നതിനും എല്ലാമാണ് ഇപ്പം വേർഡ്പ്രസ് മെയിൻലി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ആദ്യമായിട്ട് ലോഞ്ച് ചെയ്തത് 2003-ലാണ്. അപ്പോൾ ഇത് ബേസിക്കലി വേർഡ്പ്രസിൻ്റെ കോഡ്സ് എല്ലാം എഴുതിയിരിക്കുന്നത് PHP പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടാണ്. എന്നിട്ട് ഡേറ്റ സ്റ്റോർ ചെയ്യുന്നതിനായിട്ട് ബാക്ക് എൻഡായിട്ട് യൂസ് ചെയ്യുന്നത് മോസ്റ്റ് കോമൺലി ഇത് ഒന്നിൽ MySQL ആയിരിക്കും യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ MariaDB ഡേറ്റാബേസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇത്രയും പോപ്പുലർ ആവാനുള്ളൊരു മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഫ്ലെക്സിബിളാണ്. ഈ ഒരു വേർഡ്പ്രസിൻ്റെ മൊത്തത്തിലുള്ള ഫ്രെയിംവർക്ക് അപ്പോൾ ഫ്ലെക്സിബിളാണ്, നമുക്ക് ആവശ്യമുള്ള രീതിയിൽ കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ശരിക്കും എങ്ങനെയാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെപ്പോഴും ആദ്യം ഒരു വേർഡ്പ്രസ് മെയിൻ ഇൻസ്റ്റാളേഷൻ, നമ്മൾ ബേസ് ഇൻസ്റ്റാളേഷൻ ചെയ്യും. നിങ്ങൾക്ക് വളരെ ബിഗിനേഴ്സിന് അറിഞ്ഞൂടാത്തവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ സിമ്പിളായിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ വേർഡ്പ്രസിൻ്റെ ഇൻസ്റ്റാളേഷൻ നമ്മൾ ആദ്യം ചെയ്ത ശേഷം പിന്നീട് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ, ഇപ്പോൾ അതൊരു വെബ്സൈറ്റ് ആക്കി എടുക്കാനാണ് നമുക്ക് ഉദ്ദേശമെങ്കിൽ അതിന് അനുസരിച്ചിട്ടുള്ള ഒരുപാട് തീംസ് അവൈലബിൾ ആയിട്ട് കിട്ടും. ഫ്രീ തീംസും ഉണ്ട്, പെയ്ഡ് തീംസും ഉണ്ട്. പല ലുക്ക് ആൻഡ് ഫീലിലുള്ള തീംസൊക്കെ കിട്ടും. നിങ്ങൾക്കിപ്പോൾ ഒരു ഫോട്ടോഗ്രാഫി ഓറിയൻറ്റഡ് ഒരു സൈറ്റാണ് നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങളുടെ പ്രൊഫഷൻ ഫോട്ടോഗ്രാഫിയാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു ഫോട്ടോഗ്രാഫി ബേസ് ചെയ്തിട്ടുള്ള ഒരു സൈറ്റ് ബിൽഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഫോട്ടോഗ്രാഫി റിലേറ്റഡ് ആയിട്ടുള്ള തീംസ് ഇഷ്ടം പോലെ നിങ്ങൾക്ക് തൗസൻഡ്സ് ഓഫ് തീംസ് ഫ്രീ ആയിട്ട് കിട്ടും. അത് ഡൗൺലോഡ് ചെയ്തെടുത്ത് നിങ്ങൾക്ക് ഇതിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലുക്ക് ആൻഡ് ഫീലൊക്കെ മാറി അങ്ങനൊരു ഫോട്ടോഗ്രാഫി ബേസ് ചെയ്തിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആയിട്ട് കിട്ടും. നിങ്ങൾക്ക് കസ്റ്റമൈസേഷനൊക്കെ പിന്നെ ചെയ്താൽ മതി. ഇനി ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ഡോക്ടറാണ്, നിങ്ങൾക്കിപ്പം നിങ്ങളുടെ ഡെൻ്റൽ ക്ലിനിക്ക് നിങ്ങൾ നടത്തുകയാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു ക്ലിനിക്ക് ആവശ്യമായിട്ടുള്ള ലുക്ക് ആൻഡ് ഫീലോട് കൂടിയും അത് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻസ് ഒക്കെ ഇടുന്നതിനും നിങ്ങൾക്ക് പേഷ്യൻസ് ബുക്കിങ്ങിനും അങ്ങനത്തെ അപ്പോയിൻമെൻ്റ് ഒക്കെ എടുക്കാനുള്ള ഫെസിലിറ്റീസും ഫീച്ചേഴ്സൊക്കെ കൊടുക്കുന്നതിനും അങ്ങനത്തെ രീതിയിലുള്ളൊരു വെബ്സൈറ്റാണ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടതെങ്കിലും വേർഡ്പ്രസ് നിങ്ങൾക്ക് ബേസ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൻ്റെ പുറത്ത് അങ്ങനെ ഡെൻ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഇങ്ങനത്തെ ക്ലിനിക്ക് റിലേറ്റഡ് ആയിട്ടുള്ള തീംസൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തെടുത്താൽ മതി, കസ്റ്റമൈസ് ചെയ്താൽ മതി. അത് അപ്പോൾ അങ്ങനത്തെ ഒരു വെബ്സൈറ്റ് ആയിട്ട് കിട്ടും. ഇനി അതല്ല, നിങ്ങൾക്ക് ഒരു
നിങ്ങളൊരു ബിസിനസ് നടത്തുകയാണ്, നിങ്ങൾക്ക് ഓൺലൈൻ വഴി സെല് ചെയ്യാൻ കുറച്ച് പ്രോഡക്റ്റ്സ് ഉണ്ട്. അപ്പോൾ അതിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു വെബ്സൈറ്റ്, ഓൺലൈൻ സെല്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു വൂക്കോമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് വേണമെങ്കിൽ അത് നിങ്ങൾക്ക് വേർഡ്പ്രസ് ഉപയോഗിച്ചിട്ട് ഇൻസ്റ്റോൾ ചെയ്തിട്ട് കസ്റ്റമൈസ് ചെയ്ത് സെറ്റപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ അൺലിമിറ്റഡ് ഐഡിയാസാണ്. നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള വെബ്സൈറ്റ് വേണമെങ്കിലോ ഓൺലൈൻ ബ്ലോഗ് വേണമെങ്കിലോ എല്ലാം നിങ്ങൾക്ക് വേർഡ്പ്രസ് ഉപയോഗിച്ചിട്ട് ഇപ്പോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും ഫ്ലെക്സിബിൾ ആയതുകൊണ്ടാണ് ഈ വേർഡ്പ്രസ് 2003 ലോഞ്ച് ചെയ്ത ശേഷം പെട്ടെന്ന് തന്നെ ഇതങ്ങ് കയറി പോപ്പുലറായി, ഫേമസ് ആയി. അപ്പോൾ ഇപ്പോൾ ആരായിരുന്നാലും മിക്കവാറും ഒരു കുറച്ച് ഐഡിയയൊക്കെ ഉള്ളവർ, അതല്ല ഇപ്പം വെബ്സൈറ്റ്സൊക്കെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്ന കമ്പനീസ് ആണെങ്കിൽ പോലും മിക്കവാറും എല്ലാം വേർഡ്പ്രസ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. പേഴ്സണൽ ബ്ലോഗ് സൈറ്റ്സിനാണെങ്കിലും ഈ പറഞ്ഞ പോലെ കോർപ്പറേറ്റ് സൈറ്റ്സിനാണെങ്കിലും എല്ലാവരും എനിക്ക് തോന്നുന്നു 40% ഓഫ് വേൾഡ് വൈഡ് സൈറ്റ്സിൽ എടുത്തു കഴിഞ്ഞാൽ ഒരു അറൗണ്ട് ടോട്ടൽ പെർസെൻറ്റേജ് എടുത്തു കഴിഞ്ഞാൽ ഒരു 40% തന്നെ ഇപ്പോൾ വേർഡ്പ്രസ്, ഇപ്പോൾ അതിലും കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നു, വേർഡ്പ്രസ് ഉപയോഗിച്ച് ചെയ്യുന്ന സൈറ്റ്സാണ് ഉള്ളത് ഇപ്പം. അപ്പോൾ ഇത് ഓപ്പൺ സോഴ്സും ഇത്രയും ഫ്ലെക്സിബിളും ഒരുപാട് ഫ്രീ തീംസും കാര്യങ്ങളും എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ ഇതിന് ഒരു സ്ട്രോങ് കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതുപയോഗിച്ച് ചെയ്യുമ്പോഴൊക്കെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഒരുപാട് ഓൺലൈൻ ഫോറംസും കാര്യങ്ങളും എല്ലാം അവൈലബിൾ ആണ് വേർഡ്പ്രസ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ബ്രീഫ് ഐഡിയ എന്ന് പറഞ്ഞാൽ വേർഡ്പ്രസ്സിനെ കുറിച്ച്. അപ്പോൾ നിങ്ങൾക്ക് വേർഡ്പ്രസ്സിനെ കുറിച്ച് കൂടുതൽ ഇനി അതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ സീരീസ് വേണമെങ്കിൽ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു സീരീസ് നമുക്ക് പിന്നെ ചെയ്യാം. ഓക്കെ, വേർഡ്പ്രസ് ഫ്രം ദ സ്ക്രാച്ച് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നു, എങ്ങനെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കാമെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് പോപ്പുലറായിട്ടുള്ള സൈറ്റ്സ് വേർഡ്പ്രസ്സിൽ ഉപയോഗിച്ച് ചെയ്തിട്ടുള്ളത് വേൾഡ് വൈഡ് സൈറ്റ്സ് എന്ന് പറയുകയാണെങ്കിൽ ഒന്ന് BBC അമേരിക്കയുടെ സൈറ്റ്, പിന്നെ സോണി മ്യൂസിക്കിൻ്റെ സൈറ്റ്, പിന്നെ MTV ന്യൂസ്, പിന്നെ വോൾട്ട് ഡിസ്നി, ടൈം മാഗസീൻ, വൈറ്റ് ഹൗസ്, വോഗ് അതിൻ്റെ സൈറ്റ്. അപ്പോൾ ഇത്രയൊക്കെയാണ് മെയിനായിട്ട് വേർഡ്പ്രസ് ഉപയോഗിച്ച് ഒരുപാടുണ്ട്. അതിൽ കുറച്ച് എക്സാമ്പിൾസാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും സൈറ്റ്സൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എത്രത്തോളം പോപ്പുലറായിട്ടുള്ള ഒരു വെബ്സൈറ്റാണ് വേർഡ്പ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത് ഓപ്പൺ സോഴ്സ് ആണ്. അപ്പം ഓപ്പൺ സോഴ്സ് ആകുമ്പം സ്വാഭാവികമായിട്ടും നിങ്ങളിത് ഇൻസ്റ്റാൾ ചെയ്ത് സെറ്റപ്പ് ചെയ്ത് എടുക്കുമ്പോൾ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ പ്രോപ്പർലി ഇംപ്ലിമെൻറ്റ് ചെയ്യണം, ഏത് പ്ലാറ്റ്ഫോമിലും ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാലും. ഓക്കെ, അത് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യേണ്ട ഒരു ടോപ്പിക്കല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തതേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് ഒരു ബ്രീഫ് ഐഡിയ വേർഡ്പ്രസ് എന്നതിനെ കുറിച്ച്. അപ്പം നമുക്ക് ശരിക്കും വേർഡ്പ്രസ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് സെറ്റപ്പ് ചെയ്ത് എടുക്കുന്നതിന് എന്തൊക്കെ കമ്പോണൻസ് ആണ് ശരിക്കും വേണ്ടത്, ഒരു കൺവെൻഷണൽ മെത്തേഡ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ എന്തൊക്കെ കമ്പോണൻസ് ആണ് വേണ്ടത്, കൺവെൻഷണൽ മെത്തേഡ് ഉപയോഗിച്ച് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് സ്റ്റെപ്സ് സാധാരണ ചെയ്യേണ്ടി വരുന്നത്, അത് ഡോക്കർ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ എങ്ങനെ നമുക്കത് കുറച്ചുകൂടെ ഫാസ്റ്റ് ആക്കാം എന്നുള്ള അഡ്വാൻറ്റേജും കാര്യങ്ങളും എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലൊന്ന് പെട്ടെന്ന് നോക്കി മനസ്സിലാക്കാം. അപ്പോൾ വേർഡ്പ്രസ് ട്രഡീഷണൽ മെത്തേഡിലാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് സെറ്റപ്പ് ചെയ്തെടുക്കാൻ പോകുന്നതെങ്കിൽ എന്തൊക്കെ സ്റ്റെപ്സാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നതെന്ന് നോക്കി മനസ്സിലാക്കാൻ പെട്ടെന്ന്. ഇപ്പം ആദ്യം നമുക്ക് ചെയ്യേണ്ടത്, ഞാൻ പറഞ്ഞല്ലോ വേർഡ്പ്രസ് യൂസ് ചെയ്യുന്നത് ഒരു വെബ് സെർവർ എന്തായാലും അതിന് ഉണ്ടായിരിക്കണം, അതിൻ്റെ ഫയൽസ് ഹോസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിന് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് അപ്പാഷെ അല്ലെങ്കിൽ എൻജിനിക്സ് ആണ്. പിന്നെ PHP സെറ്റപ്പ് ചെയ്യണം, പിന്നെ ഡേറ്റാബേസിന് വേണ്ടിയിട്ട് MySQL MariaDBയോ. അപ്പോൾ ഇതെല്ലാം നമ്മൾ മാനുവലി സെറ്റപ്പ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വേർഡ്പ്രസിൻ്റെ ഫയൽ നമ്മൾ വേർഡ്പ്രസ് വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുത്തുകൊണ്ട് വരണം. പിന്നെ ഈ പറഞ്ഞ അപ്പാഷെ അല്ലെങ്കിൽ എൻജിനിക്സിൻ്റെ റൂട്ട് ഡയറക്ടറിയിൽ കൊണ്ടുവന്ന് എക്സ്ട്രാക്ട് ചെയ്യണം. പിന്നെ വേർഡ്പ്രസ് ഫയൽ, അതിൻ്റെ ഒരു കോൺഫിഗറേഷൻ ഫയലുണ്ട്, അത് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നമ്മൾ കോൺഫിഗർ ചെയ്യണം. നമ്മൾ ഡേറ്റാബേസിൻ്റെ കണക്ഷന് വേണ്ടിയിട്ടുള്ള പാരാമീറ്റേഴ്സ് എല്ലാം അവിടെ പറഞ്ഞു കൊടുക്കണം. പിന്നെ ബാക്കി ഒരുപാട് കോൺഫിഗറേഷൻ സെറ്റപ്പ്സ് ഉണ്ട്, ആ ഒരു wp-config.php എന്നും പറഞ്ഞിട്ട്. അപ്പോൾ ആ ഫയലിൽ നമ്മൾ എഡിറ്റ് ചെയ്തിട്ട് ആവശ്യമുള്ള രീതിയിലുള്ള നമ്മൾ കോൺഫിഗർ ചെയ്യണം. പിന്നെ നമ്മൾ ഈ ടോട്ടൽ എൻവയോൺമെൻറ്റ് നമ്മൾ മാനുവലി മാനേജ് ചെയ്യണം. PHPയുടെ വെർഷനും എക്സ്റ്റൻഷൻസും പെർമിഷൻസൊക്കെ സെറ്റ് ചെയ്യണം ഫയൽസിൻ്റെ ആവശ്യമുള്ള രീതിയിൽ. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം നമ്മൾ മാനുവലി തന്നെ സെറ്റപ്പ് ചെയ്യണം. പിന്നെ ഡിപ്പെൻഡൻസീസ് എല്ലാം മാനുവലി നമ്മൾ മാനേജ് ചെയ്യണം. അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ PHP എക്സ്റ്റൻഷൻസ് അല്ലെങ്കിൽ MySQL ഒരു സ്പെസിഫിക് വെർഷനാണ് സപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ കോൺഫ്ലിക്റ്റ് വരാത്ത രീതിയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന വെർഷൻസ് നമ്മൾ ആ പറഞ്ഞ വെർഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കണം. PHPക്ക് ഏതെങ്കിലും എക്സ്റ്റൻഷൻസ്, ചില എക്സ്റ്റൻഷൻസ് ചില MySQL വെർഷനായിട്ട് ചിലപ്പം സപ്പോർട്ടിങ് ആയിരിക്കില്ല, കോൺഫ്ലിക്റ്റ് വരും. അപ്പം നമ്മൾ കറക്റ്റ് വെർഷൻസൊക്കെ ഏതാണെന്ന് തമ്മിൽ കമ്പാറ്റബിൾ ആയിട്ടുള്ളത് നോക്കിയിട്ട് അത് സെറ്റപ്പ് ചെയ്യണം, നമ്മൾ കോൺഫിഗർ ചെയ്യണം. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ മാനുവലി തന്നെ ഡിപ്പെൻഡൻസീസ് എല്ലാം നമ്മൾ മാനേജ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരു മെഷീനിൻ്റെ എല്ലാം സെറ്റപ്പ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ട് വേറൊരു മെഷീനിലെ സെർവറിൽ പോകുമ്പോഴത്തേക്കും ചിലപ്പം ഇവിടെ ഉള്ള അതേ എൻവയോൺമെൻറ്റ് ആയിരിക്കില്ല ആ സെർവറിലുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വേറെ സെറ്റപ്പ് വീണ്ടും ചെയ്യണം. ഇതൊക്കെ ഓവർകം ചെയ്യാനാണ് നമ്മൾ മെയിൻലി ഡോക്കർ ടെക്നോളജി യൂസ് ചെയ്ത് തുടങ്ങിയത്. അത് ഞാൻ ഡോക്കറിൻ്റെ ഇൻട്രൊഡക്ഷൻ സെക്ഷനിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ,
പിന്നീട് നമ്മൾ വേർഡ് പ്രസ് ഇൻസ്റ്റാൾ ചെയ്തതെല്ലാം റൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒന്നിലൊരു ഡെഡിക്കേറ്റഡ് മെഷീൻ വേണം, സെർവർ വേണം, അല്ലെങ്കിൽ വിർച്വൽ മെഷീൻ വേണം. അതിൽ തന്നെ റിസോഴ്സ് അലോക്കേഷൻ നമ്മൾ മാനുവൽ മെത്തേഡ് ചെയ്യുമ്പോൾ പലപ്പോഴും അത് കറക്റ്റായിട്ട് നമുക്ക് ചെയ്യാം, എഫിഷ്യൻറ്റ് രീതിയിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സ്കെയിലിങ്ങിൻ്റെ ആവശ്യം വരികയാണെങ്കിൽ നമ്മളെല്ലാം മാനുവലി തന്നെ സെറ്റപ്പ് ചെയ്യണം. സ്കെയിലിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ലോഡ് ബാലൻസർ എല്ലാം നമ്മൾ മാനുവലി കോൺഫിഗർ ചെയ്യണം, മൾട്ടിപ്പിൾ സെർവേഴ്സ് സെറ്റപ്പ് ചെയ്യണം. പിന്നെ അത് ഈ മൾട്ടിപ്പിൾ സെർവേഴ്സ് ഡാറ്റാബേസുമായിട്ട് എങ്ങനെ റെപ്ലിക്കേറ്റ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മാനുവലി സെറ്റപ്പ് ചെയ്ത് കോൺഫിഗർ ചെയ്യണം. അപ്പോൾ ഇതൊക്കെയാണ് റെപ്ലിക്കേഷൻ്റെ കാര്യം വരുമ്പോൾ മൂവിങ് ഓർ റെപ്ലിക്കേറ്റിംഗ് സെറ്റപ്പ് അക്രോസ് ഡിഫറെൻറ്റ് എൻവയോൺമെൻറ്റ്സ്. അപ്പം ഒരിടത്ത് സെറ്റപ്പ് ചെയ്തിട്ട് വേറെ എൻവയോൺമെൻറ്റിലോട്ട് മൂവ് ചെയ്യുമ്പോൾ ആ സമയത്ത് നമുക്ക് കോംപ്ലക്സ് ആയിട്ടുള്ള സെർവർ സെറ്റപ്പും കാര്യങ്ങളൊക്കെ വേണ്ടി വരും. ഇതെല്ലാം ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ജോബാണ്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ ട്രഡീഷണൽ മെത്തേഡിൽ വേർഡ് പ്രസ് ഇൻസ്റ്റാൾ ചെയ്ത് സെറ്റപ്പ് ചെയ്യുന്നെങ്കിൽ നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള സ്റ്റെപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇനി നമുക്ക് ഡോക്കർ ഉപയോഗിച്ചിട്ട് നമുക്ക് വേർഡ് പ്രസ് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ എന്തൊക്കെ സ്റ്റെപ്സാണ് അതിൽ ഇൻവോൾവ് ചെയ്ത് വരുന്നത് എന്ന് നോക്കാം നെക്സ്റ്റ് സ്ലൈഡിൽ. ഓക്കെ, അപ്പോൾ ഡോക്കർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വേർഡ് പ്രസ് ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പോകുന്നതെങ്കിൽ അതിന് എന്തൊക്കെ സ്റ്റെപ്സാണ് ഇൻവോൾവ് ആയിട്ടുള്ളതെന്ന് നോക്കാം പെട്ടെന്ന്. ഇപ്പോൾ ഡോക്കർ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ഇതൊരു ഓട്ടോമേറ്റഡ് സെറ്റപ്പായിട്ട് മാറും. നമ്മൾ നേരത്തെ മാനുവൽ സെറ്റപ്പായിരുന്നു നമുക്ക് ട്രഡീഷണൽ മെത്തേഡിൽ ചെയ്യേണ്ടിയിരുന്നതെങ്കിൽ ഇവിടെ അത് ഓട്ടോമേറ്റഡ് സെറ്റപ്പായിട്ട് മാറും. ആ ഒരു ഓട്ടോമേറ്റഡ് സെറ്റപ്പ് നമ്മൾ ഡിഫൈൻ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ഡോക്കർ കമ്പോസ് എന്ന് പറഞ്ഞ YAML ഫയലിലായിരിക്കും. ഡോക്കർ കമ്പോസ് എല്ലാം നമ്മൾ നമ്മുടെ സീരീസിൽ പറഞ്ഞിട്ടുണ്ട്, കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് കണ്ട് മനസ്സിലാക്കിയിട്ട് ഇങ്ങോട്ട് വരിക. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് അങ്ങ് സിംപ്ലിഫൈ ആവും. അതുകൊണ്ട് നമ്മൾ ആദ്യം ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആ സ്റ്റെപ്സ്, എന്തൊക്കെ ഇമേജസാണ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് വരേണ്ടത്, തമ്മിൽ എങ്ങനെ കോൺഫിഗർ ചെയ്യണം, ആ കാര്യങ്ങളെല്ലാം നമ്മൾ ഡോക്കർ കമ്പോസിൽ ഓൾറെഡി നമ്മൾ ഡിഫൈൻ ചെയ്ത് കൊടുക്കും. എന്നിട്ടാണ് ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കംപ്ലീറ്റ്ലി പിന്നീട് സിംപ്ലിഫൈഡ് ആവും. ഈ ഇമേജസ് നമ്മൾ പുള്ളി ചെയ്തുകൊണ്ട് വരുന്ന ഇമേജസ് വേർഡ് പ്രസ്സിൻ്റെയും MySQLൻ്റെയും ഇമേജസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മുടെ എക്സാമ്പിളിലും അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം തന്നെ പ്രീ കോൺഫിഗർഡ് ആയിട്ടുള്ള ഇമേജസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ അതുകൊണ്ട് ഇൻസ്റ്റാളേഷൻ വളരെ സിമ്പിളാവും. അതുകൊണ്ട് അപ്പോൾ അതിൽ പിന്നീട് മാനുവൽ ഇൻ്റർവെൻഷൻ ഒന്നും വലുതായിട്ട് വേണ്ടി വരില്ല. അപ്പോൾ ഇതിൽ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ഇപ്പോൾ മാനുവൽ ട്രഡീഷണൽ മെത്തേഡിലായിരുന്നെങ്കിൽ നമ്മൾ ഡിപ്പെൻഡൻസീസ് എല്ലാം നമ്മൾ ഓരോന്നും സോൾവ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് റെഡിയാക്കി കൊടുക്കണം, ഇതെല്ലാം സെറ്റപ്പ് ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ ഇവിടെ അതൊന്നും വേണ്ട, കാരണം കണ്ടെയ്നേഴ്സിനെല്ലാം ഓൾറെഡി ഈ ഒരു വേർഡ് പ്രസ്സിൻ്റെ കണ്ടെയ്നർ റൺ ചെയ്യുന്നതിനും MySQL റൺ ചെയ്യുന്നതിനും എല്ലാം ആവശ്യമായിട്ടുള്ള ഡിപ്പെൻഡൻസീസും കാര്യങ്ങളെല്ലാം ഓൾറെഡി ഇൻക്ലൂഡ് ആയിട്ടുള്ള ഇമേജസാണ് നമ്മൾ പുള്ളി ചെയ്തുകൊണ്ട് വന്ന് ഇത് റൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് പിന്നീട് നമ്മുടെ ഹോസ്റ്റ് സിസ്റ്റത്തിൽ സോഫ്റ്റ്വെയർ പാക്കേജസും നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ട് വരില്ല. അപ്പോൾ ഇതൊക്കെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഡോക്കറിൻ്റെ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ ഇതിനെപ്പറ്റിയെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഡോക്കർ ഹോസ്റ്റ് കേണൽ തന്നെയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ റിസോഴ്സ് യൂസേജ് വളരെ എഫിഷ്യൻ്റായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് ഡോക്കർ ഉപയോഗിച്ച് വേർഡ് പ്രസ് ഇൻസ്റ്റാൾ ചെയ്ത് സെറ്റപ്പ് ചെയ്തെടുക്കുന്നതെങ്കിൽ നമുക്ക് വേണ്ടി വരുന്ന സ്റ്റെപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ളത് ഇനിയിപ്പം ഞാൻ അടുത്ത ഒരു സ്ലൈഡിൽ ഡോക്കർ ഉപയോഗിച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഏതൊക്കെ ഇമേജസാണ് ഉപയോഗിക്കേണ്ടതെന്നൊരു ജസ്റ്റ് ഒരു ഓവർവ്യൂയും കൂടെ പറഞ്ഞ ശേഷം നമുക്ക് പ്രാക്ടിക്കലിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് രണ്ട് ഇമേജസാണ് ഇവിടെ വേണ്ടത് വേർഡ് പ്രസ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഒന്ന് വേർഡ് പ്രസ് എന്ന പേരിൽ തന്നെയുള്ളൊരു ഇമേജും പിന്നെ ഒന്ന് ഇതിൻ്റെ ഡേറ്റാസ് കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡേറ്റാബേസ്, അതായത് MySQLൻ്റെ ഒരു ഇമേജ്. അങ്ങനെ രണ്ട് ഇമേജസാണ് നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. വേർഡ് പ്രസ്സിൻ്റെ ഈ ഒരു ഇമേജിനകത്ത് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നത് മെയിനായിട്ട് രണ്ട് സെക്ഷൻസാണ്. ഒന്ന് അപ്പാഷയുടെ ഇമേജ് ഓൾറെഡി അതിലുണ്ട്, അതുകൂടാതെയാണ് വേർഡ് പ്രസ്സിൻ്റെ PHP ഫയൽസും. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് എൻക്യാപ്സുലേറ്റ് ചെയ്തിട്ടുള്ള ഇമേജാണ് വേർഡ് പ്രസ് ഇമേജ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഡോക്കർ ഹബ്ബിൽ നിന്ന് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് പുള്ളി ചെയ്ത് എടുക്കുന്നത്. അതുപോലെ MySQLൻ്റെ ഇമേജ് ആ ഒരു ഒറ്റ ഇമേജ് മാത്രമാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ നമുക്ക് ഒരുമിച്ച് നമ്മുടെ ഡോക്കർ കമ്പോസ് ഫയലിൽ എഴുതി ഉണ്ടാക്കിയിട്ട് വേണം, അത്യാവശ്യം കോൺഫിഗറേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് റൈറ്റ് ചെയ്യണം. എന്നിട്ടാണ് നമ്മൾ ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ ഒരു വേർഡ് പ്രസ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഡോക്കർ കമ്പോസ് ഫയൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ള എക്സാമ്പിളൊക്കെ നമ്മൾ മുമ്പുള്ള സെഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കി മനസ്സിലാക്കുക. അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് ഈ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റാളേഷന് ആവശ്യമായിട്ടുള്ള ഡോക്കർ കമ്പോസ് ഫയൽ സെറ്റപ്പ് ചെയ്യുക എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇതാണ് ആ ഒരു ഡോക്കർ കമ്പോസ് ഫയൽ. ഈ ഒരു സെയിം ഫയൽ, അതായത് ഡോക്കർ കമ്പോസ് .yml എന്ന് പറഞ്ഞ് ഈ ഒരു വേർഡ് പ്രസ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഫയലാണിത്.
ഇത് ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ അറ്റാച്ച് ചെയ്തേക്കാം ലിങ്ക്. നിങ്ങളതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് തന്നെ എടുത്താൽ മതി. പ്രത്യേകിച്ച് ഇനി എഴുതി ഉണ്ടാക്കാൻ അങ്ങനെ വിഷമിക്കേണ്ട. കാരണം ഇതിൽ സ്പേസിംഗ് എല്ലാം കറക്റ്റായിട്ട് വരണം. സംഭവം സിമ്പിളാണ്, പക്ഷേ നിങ്ങൾ മാനുവലി റൈറ്റ് ചെയ്യുകയാണെങ്കിൽ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻഡൻറ്റേഷൻ കറക്റ്റായിട്ട് വരണം, അല്ലെന്നുണ്ടെങ്കിൽ എറർ വരും. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ പറഞ്ഞതുപോലെ സർവീസസ് സെക്ഷനിൽ 2 ഇമേജസാണ് നമ്മളിവിടെ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ഒന്ന് വേർഡ്പ്രസ് എന്ന് പറഞ്ഞ ഇമേജും പിന്നൊന്ന് ഡേറ്റാബേസ് എന്ന് പറഞ്ഞ സെക്ഷനിൽ നമ്മുടെ MySQLൻ്റെ ഇമേജും. അപ്പോൾ നമുക്ക് MySQLൻ്റെ ഇമേജ് MySQL നമുക്ക് ആദ്യം വേണം, എന്നാൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ വേർഡ്പ്രസ്സിൽ നിന്ന് അതിലോട്ട് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ MySQLൻ്റെ ഇമേജ് നമ്മളൊരു വെർഷൻ പറഞ്ഞിട്ടുണ്ട് 5.7. കണ്ടെയ്നറിന് നമ്മൾ പേര് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻവയോൺമെൻറ്റൽ പാരാമീറ്റേഴ്സാണ് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്ത് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ഡേറ്റാബേസ് ക്രിയേറ്റ് ആവേണ്ടത് വേർഡ്പ്രസ് എന്ന പേരിൽ തന്നെയാണ്. യൂസർ വേർഡ്പ്രസ്, പാസ്വേഡും വേർഡ്പ്രസ്, റൂട്ട് പാസ്വേഡ് വന്നിട്ട് റൂട്ട് പാസ്വേഡ്. ഇതിപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ ആയതുകൊണ്ടാണ് ഇത്ര സിമ്പിൾ പാസ്വേഡ്സ് എല്ലാം യൂസ് ചെയ്യുന്നത്. ആക്ച്വൽ പ്രൊഡക്ഷൻ എൻവയോൺമെൻറ്റിൽ വരുമ്പോൾ നിങ്ങൾ അതനുസരിച്ചിട്ടുള്ള കോംപ്ലക്സിറ്റി റിക്വയർമെൻറ്റ് അനുസരിച്ചുള്ള പാസ്വേഡൊക്കെ കൊടുത്തോളുക. ഓക്കെ, പിന്നെ ഉള്ളത് നമ്മുടെ ഡേറ്റ പെർസിസ്റ്റൻസിന് വേണ്ടിയിട്ടുള്ള വോളിയൂംസ് ആണ്. ഇതിൽ DBയുടെ കേസിലാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ റൂട്ട് ഫോൾഡറിൽ തന്നെ DB_data എന്നും പറഞ്ഞ ഡയറക്ടറി ലോക്കൽ വോളിയം ക്രിയേറ്റ് ചെയ്യും. ഇങ്ങനെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതിലോട്ട് ഏതാണ് മൗണ്ട് ആവുന്നത്, ഈ പറഞ്ഞ വേർഡ്പ്രസ് ഈ പറഞ്ഞ MySQLൻ്റെ കണ്ടെയ്നറിനകത്തുള്ള MySQLൻ്റെ ഡേറ്റാസ്. അതായത് ബൈ ഡിഫോൾട്ട് ലൊക്കേഷൻ ഇതാണ് വരുന്നത്, var_lib MySQL എന്നും പറഞ്ഞിട്ട്. ഇവിടെയാണ് ശരിക്കും MySQLൻ്റെ ഡേറ്റാസ് കീപ്പ് ചെയ്യുന്നത്, സ്റ്റോർ ആവുന്നത്. അതാണ് നമ്മൾ ഇങ്ങോട്ട് മൗണ്ട് ചെയ്യുന്നത്. ഈ പറഞ്ഞ നമ്മുടെ ലോക്കൽ മെഷീനിലുള്ള DB_data എന്ന് പറഞ്ഞൊരു ഡയറക്ടറി ക്രിയേറ്റ് ആവും. നമ്മൾ ഈ ഡോക്കർ കമ്പോസ് ഫയൽ റൺ ചെയ്യുമ്പോൾ അതിലോട്ട് നിന്നിട്ട് സ്റ്റോർ ആവും. അപ്പോൾ നമ്മൾ ഈ കണ്ടെയ്നർ സ്റ്റോപ്പായി ഡിസ്ട്രോ ആയി പോയി കഴിഞ്ഞാലും ഡേറ്റാസ് നമ്മുടെ ലോക്കൽ മെഷീനിലുള്ള ഈ ഒരു ഡയറക്ടറി തന്നെ സ്റ്റോർ ആയിരിക്കും. നമ്മളതിനാണ് വോളിയൂംസ് യൂസ് ചെയ്യുന്നത്. നമ്മളതെല്ലാം മുമ്പ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നെറ്റ്വർക്ക്. അപ്പോൾ നമ്മൾ 2 ഇമേജസ് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ടും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ രണ്ടും സെയിം നെറ്റ്വർക്ക് ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് നെറ്റ്വർക്കും കൂടെ നമ്മളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അഡീഷണലി WP_network ഈ ഡാറ്റാബേസിനും വേർഡ്പ്രസ്സിനും സെയിം നെറ്റ്വർക്ക് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഡിഫോൾട്ട് നെറ്റ്വർക്ക് ഒന്നും പറഞ്ഞു കൊടുത്തില്ലെങ്കിലും ബൈ ഡിഫോൾട്ട് അത് ഡിഫോൾട്ട് നെറ്റ്വർക്കിൽ കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്തോളും. നിങ്ങൾക്ക് ഇവിടെ ഒരു സംശയം വരാതിരിക്കാനാണ് ഞാൻ 2 നെറ്റ്വർക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. സെയിം നെറ്റ്വർക്ക് ക്രിയേറ്റ് ആവും ഇങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ. എന്നിട്ട് അത് യൂസ് ചെയ്യും 2 ഇമേജസിനും കണ്ടെയ്നർ റൺ ആവുന്ന സമയത്ത്. നെറ്റ്വർക്ക് എന്നിട്ട് ലാസ്റ്റ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഏത് ടൈപ്പാണെന്നും നമ്മൾ അതിൻ്റെ പേരും ടൈപ്പ് ഡ്രൈവർ ബ്രിഡ്ജ് ആണെന്നൊക്കെ ഇവിടെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. വോളിയൂംസ് യൂസ് ചെയ്യുന്നത് ഇവിടെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. DB ഡേറ്റയും വേർഡ്പ്രസ് ഡേറ്റ എന്നും പറഞ്ഞിട്ട് 2 വോളിയൂംസ്. ഇനി നമുക്ക് വേർഡ്പ്രസ് ഇമേജിൻ്റെ സെക്ഷനിൽ നോക്കാം. വേർഡ്പ്രസ് ലേറ്റസ്റ്റ് ഇമേജ് പുൾ ചെയ്തുകൊണ്ട് വരാൻ വേർഡ്പ്രസ് ലേറ്റസ്റ്റ്. ഇനി വേറെ ഏതെങ്കിലും പഴയ വെർഷൻസ് ആണെങ്കിൽ ടാഗ് ഇവിടെ അതുപോലെ കൊടുക്കുക. വെർഷൻ്റെ പേര് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ കൊടുക്കുക. എന്നിട്ട് കണ്ടെയ്നർ നെയിം, ഞാനിത് പെട്ടെന്ന് ഓടിച്ച് പറയുന്നത് നമ്മളിത് ഓൾറെഡി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഈ ഡോക്കർ കമ്പോസിനെ കുറിച്ചല്ല. ഓക്കെ, കണ്ടെയ്നർ നെയിം കൊടുക്കുന്നത് വേർഡ്പ്രസ് തന്നെയാണ്. എന്നിട്ട് പോർട്ട് മാപ്പ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഹോസ്റ്റ് മെഷീനിലെ 8080 എന്ന് പറഞ്ഞൊരു പോർട്ടാണ്. നമ്മുടെ ഈ പറഞ്ഞ വേർഡ്പ്രസ് കണ്ടെയ്നറിനകത്ത് ബൈ ഡിഫോൾട്ട് പോർട്ട് 80 ആണ്. ഇതൊക്കെ എങ്ങനെ അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്കർ ഹബ്ബിൽ നിങ്ങൾ ചെന്ന് ഈ ഒരു പർട്ടിക്കുലർ ഇമേജ് നോക്കിക്കഴിഞ്ഞാൽ ആ ഇമേജിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞേക്കും ബൈ ഡിഫോൾട്ട് പോർട്ട് ഏതിലാണ് അത് ലിസൺ ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമുക്കിവിടെ മനസ്സിലാവുന്നത് ഏത് പോർട്ടിലോട്ട് മാപ്പ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ. അല്ലാതെ നമ്മൾ ബ്ലൈൻഡായിട്ട് വെറുതെ എഴുതുകയല്ല ഇവിടെ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ട്രഡീഷണൽ മെത്തേഡിലൊക്കെ നമ്മളിപ്പോൾ ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരാൾക്കും ഐഡിയ ഉണ്ടായിരിക്കും ഇത് ഏത് ബൈ ഡിഫോൾട്ട് ഏത് പോർട്ടിലാണ് ലിസൺ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, എന്തായാലും ആ ഒരു ഐഡിയ ഉള്ളതുകൊണ്ടാണ് നമുക്കിവിടെ ഇത് എഴുതാൻ പറ്റുന്നത്. അപ്പോൾ എന്തായാലും ഈ പോർട്ട് നമുക്ക് നമ്മുടെ ലോക്കൽ മെഷീനിൽ ഏത് പോർട്ടിലോട്ട് മാപ്പ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പോർട്ട് ഇവിടെ മാറ്റി കൊടുക്കാം. ഒരു കാര്യം, ആ പോർട്ട് നമ്മുടെ എന്തെങ്കിലും ഫയർവാൾസോ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ലോക്കൽ മെഷീനിൽ റൺ ചെയ്യുന്നെങ്കിൽ അത് ബ്ലോക്ക്ഡ് ആയിരിക്കരുത്, ഓപ്പൺ ആയിരിക്കണം. അത്രമാത്രമേ കാര്യമുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ 8080 ആണ് ലോക്കൽ മെഷീനിലെ പോർട്ട് വേർഡ്പ്രസ്സിൻ്റെ ഇൻറ്റേർണൽ കണ്ടെയ്നർ പോർട്ടുമായിട്ട് മാപ്പ് ചെയ്തിരിക്കുന്നത്. പിന്നീട് ഡേറ്റാബേസ്, അതുപോലെ ഈ പറഞ്ഞ MySQL ഡേറ്റാബേസ് ബൈ ഡിഫോൾട്ട് റണ്ണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3306 എന്ന പോർട്ടിലായിരിക്കും ലിസൺ ചെയ്യുന്നത്. അത് ബൈ ഡിഫോൾട്ടാണ്. അതും ആ ഒരു ഇമേജിൻ്റെ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അല്ലെങ്കിലും ഡിഫോൾട്ട് MySQL ആ പോർട്ടിലാണെന്നുള്ളതാണ്. ഇപ്പോൾ കണ്ടെയ്നർ അല്ലെങ്കിലും ട്രഡീഷണൽ മെത്തേഡിൽ റൺ ചെയ്യുന്ന ഒരു MySQL ഇൻസ്റ്റാളേഷൻ ആണെങ്കിലും ഡിഫോൾട്ട് പോർട്ട് 3306 തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അതിലോട്ട് കണക്ട് ചെയ്യാനായിട്ട് ഞാൻ പോർട്ട് നമ്പർ ഇവിടെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. വേർഡ്പ്രസ്സിൽ നിന്നുകൊണ്ട് ഇതിലോട്ട് കണക്ട് ചെയ്യാനായിട്ട് വേർഡ്പ്രസ് ഡേറ്റാബേസ് യൂസർ, നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത യൂസർ ഇവിടെയും പറഞ്ഞു കൊടുത്തു. ഡേറ്റാബേസ് യൂസർ വേർഡ്പ്രസ് ആണ്. അതുപോലെ പാസ്വേഡ് വേർഡ്പ്രസ് തന്നെയാണ്, കാരണം ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന അതാണ്. ഡേറ്റാബേസ് നെയിം വേർഡ്പ്രസ് ആണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു കൊടുത്തു. ഇനി നമുക്ക് വേർഡ്പ്രസ് ഹോസ്റ്റ് ചെയ്യുന്നത് ഇതിനകത്ത് തന്നെയുള്ള ഒരു അപ്പാഷെ
വെബ് സെർവർ ഉപയോഗിച്ചിട്ടാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ വെബ് സെർവറിൻ്റെ ഡോക്യുമെൻറ്റ് റൂട്ട് ബൈ ഡിഫോൾട്ട് വരുന്നത് /var www.html എന്നും പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇത് ശരിക്കും ഇതെല്ലാം ആ കണ്ടെയ്നറിനകത്തുള്ള പാത്താണ്. അതായത് ഈ വേർഡ്പ്രസ് ഇമേജ് നമ്മൾ റൺ ചെയ്ത ഒരു കണ്ടെയ്നറായിട്ട് റൺ ആകുമ്പോൾ ആ കണ്ടെയ്നറിനകത്ത് വരുന്ന പാത്താണിത്. ആ ഒരു സെർവർ കണ്ടെയ്നർ, ഇപ്പോൾ സെർവർ എന്ന് ഞാൻ പറയാം സിമ്പിളായിട്ട്, ആ കണ്ടെയ്നറിനകത്ത് വരുന്ന പാത്താണിത്. അപ്പോൾ അത് പക്ഷേ ഡേറ്റ അവിടെ പെർസിസ്റ്റൻ്റ് അല്ല ബൈ ഡിഫോൾട്ട്. കാരണം ആ കണ്ടെയ്നർ ഡിസ്ട്രോ ആയി കഴിഞ്ഞാൽ അതിനകത്തുള്ള ഡേറ്റ പോകും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വോളിയം നമ്മുടെ ലോക്കൽ മെഷീനിൽ ആ ഒരു റൂട്ട് ഫോൾഡറിൽ തന്നെ ഇത് ഡോക്കർ കമ്പോസ് ഫയലുള്ള റൂട്ട് ഫോൾഡറിൽ തന്നെ WordPress_dataയിലോട്ട് മാപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇത് ഈ കണ്ടതിനകത്തുള്ള ഈ പാത്തിലുള്ള ഡേറ്റ ഇതിലോട്ട് മാപ്പ് ആയിക്കോളും. ഓക്കെ, ബാക്കിയെല്ലാം ഡിപ്പെൻഡ്സ് ഓൺ ഡേറ്റാബേസ്. അപ്പം ഈ ഡേറ്റാബേസ് റണ്ണായി കഴിഞ്ഞിട്ട് ഇതിന് ഡിപ്പെൻഡൻ്റ് ആണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് ഇങ്ങനൊരു സെക്ഷൻ. നെറ്റ്വർക്ക് സെയിം നെറ്റ്വർക്ക് തന്നെ. അപ്പോൾ ഇത്രയാണ് നമുക്ക് മെയിനായിട്ട് ഒരു വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഡോക്കർ കമ്പോസ് ഫയൽ, കമ്പോസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫയലാണിത്. അപ്പോൾ ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേർഡ്പ്രസ് ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞു, വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് അത് ചെയ്യുന്നത് നമുക്ക് പെട്ടെന്നൊന്ന് നോക്കി മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ സ്റ്റെപ്സ് എങ്ങനെയാണെന്നൊന്ന് പ്രാക്ടിക്കൽ ചെയ്ത് മനസ്സിലാക്കാം. നമ്മുടെ മുമ്പത്തെ സെഷൻസ് കണ്ടിട്ടുള്ളവരാണെങ്കിൽ ഓൾറെഡി ഡോക്കറും ഡോക്കർ കമ്പോസും എല്ലാം ഇൻസ്റ്റാൾഡ് ആയിരിക്കും. അല്ലാത്തവർ അത് കണ്ടിട്ട് അതൊന്ന് ചെയ്യുക. ഡോക്കറും ഡോക്കർ കമ്പോസും ടൂളും ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യാം അത് ഇൻസ്റ്റാൾഡ് ആണോ എന്ന്. ഡോക്കർ -v വെർഷൻ ഞാൻ ചെക്ക് ചെയ്യുകയാണ്. ഡോക്കർ ഇൻസ്റ്റാൾഡ് ആണ്. അതുപോലെ ഡോക്കർ കമ്പോസും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഡോക്കർ കമ്പോസും ഇൻസ്റ്റാൾഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ പ്രോജക്റ്റ് ഫയൽസ് സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഡയറക്ടറി നമുക്ക് നമ്മുടെ ഹോം ഫോൾഡറിൽ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ mkdir കമാൻഡ് ഉപയോഗിച്ചിട്ട് വേർഡ്പ്രസ് ഡോക്കർ എന്നും പറഞ്ഞ് നമുക്കൊരു പേര് കൊടുക്കാം. ഇഷ്ടമുള്ള പേര് നിങ്ങൾക്ക് കൊടുക്കാം. ഓക്കെ, ഞാൻ അതിനകത്തോട്ട് ചേഞ്ച് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്താണ് നമുക്ക് ആ ഒരു ഡോക്കർ കമ്പോസ് ഫയൽ സ്റ്റോർ ചെയ്യേണ്ടത്. ഡോക്കർ കമ്പോസ് ഫയൽ ഏതാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പ് കാണിച്ചു തന്ന ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുള്ള അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് തന്നെ നിങ്ങൾ യൂസ് ചെയ്താൽ മതി. ഓക്കെ, പിന്നീട് അതിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്തി നിങ്ങൾക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിവിടെ സെയിം ഫയൽ നിങ്ങളെ കാണിച്ചുകൊണ്ട് തന്നെ കോപ്പി ചെയ്യുകയാണ്. റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഞാൻ കോപ്പി ചെയ്തു എല്ലാ കണ്ടൻറ്റും. എന്നിട്ട് ഞാനിവിടെ നാനോ എഡിറ്റർ ഉപയോഗിച്ചിട്ട് ഡോക്കർ കമ്പോസ് എന്ന പേരിൽ YML ഫയൽ ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. എന്നിട്ട് അതിനകത്ത് മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ പേസ്റ്റ് കൊടുത്തു. എന്നിട്ട് കൺട്രോൾ ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് ഞാൻ ബട്ടൺ അടിച്ചു. അപ്പോൾ ഇവിടെ സേവ് ചെയ്യണമെന്ന് ചോദിക്കും. ഞാൻ എൻ്റർ കൊടുത്തു. അപ്പോൾ അത് സേവ് ആയി എന്നും പറഞ്ഞ് കാണിച്ചു. എന്നിട്ട് എക്സിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൺട്രോൾ ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് എക്സ് ബട്ടൺ ZXC എന്നും പറഞ്ഞ് ഏറ്റവും ലാസ്റ്റ് റോയിലുള്ള ബട്ടണിൽ എക്സ് ബട്ടൺ അടിച്ചു. അപ്പോൾ എക്സിറ്റ് ആയി. ഓക്കെ, ഇതൊക്കെ ബേസിക് കമാൻഡ്സ് ആണ് ലിനക്സിൻ്റെ ഒരു ബേസിക് കോഴ്സ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് അത് കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കി പഠിക്കാം അതിൽ. ഓക്കെ, അപ്പോൾ ഡോക്കർ കമ്പോസ് ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇനി അടുത്തത് എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് ഇനി ഇത് റൺ ചെയ്യണം അല്ലേ, അപ്പ് ചെയ്യണം നമുക്ക് കണ്ടെയ്നേഴ്സ്. അപ്പോൾ അതിനെ അപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഡോക്കർ കമ്പോസിൻ്റെ കമാൻഡ് ഏതാണെന്ന് നമുക്ക് ഡോക്കർ കമ്പോസ് അപ്പ് എന്ന് പറഞ്ഞ കമാൻഡ് ഉപയോഗിച്ച് ചെയ്യാം. നമുക്ക് അതിന് മുമ്പായിട്ട് ഇപ്പോൾ ഓൾറെഡി ഏതെങ്കിലും കണ്ടെയ്നേഴ്സോ ഇമേജസോ ഒക്കെ ഉണ്ടോ നമുക്ക് ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. ഇതിൽ ഡോക്കർ ഇമേജസ് എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തു. ഓക്കെ, അത് നമുക്ക് സ്യൂഡോ ആയിട്ട് റൺ ചെയ്താലേ പെർമിഷൻ ഉള്ളൂ, അതുകൊണ്ടാണ്. ഡിപ്പെൻഡ്സ് അപ്പോൺ ദ യൂസർ ആണെന്ന്. ഓക്കെ, സ്യൂഡോ SU എന്ന് പറഞ്ഞ് കൊടുത്തു. സ്യൂഡോ ഗ്രൂപ്പിലെ യൂസർ ആയതുകൊണ്ടാണ് എനിക്ക് സ്യൂഡോ ആയിട്ട് സ്വിച്ച് ചെയ്യാൻ പറ്റിയത്. ഓക്കെ, ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഡോക്കർ ഇമേജസ് എന്ന് പറഞ്ഞ കമാൻഡ് ഞാൻ കൊടുത്തു. ഇമേജസ് ഒന്നും ഇല്ല. ഇപ്പം ഡോക്കർ കണ്ടെയ്നേഴ്സ് ഏതെങ്കിലും റണ്ണിങ് ആണോ? ഒന്നുമില്ല, ഒരു കണ്ടെയ്നേഴ്സും ഇല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി നമുക്ക് ഈ നമുക്ക് ഡോക്കർ കമ്പോസ് നമുക്ക് ഇതിൽ റൺ ചെയ്യിപ്പിക്കാം. അപ്പം അതിനുള്ള കമാൻഡ് ഡോക്കർ, ഇവിടെ നമുക്ക് സ്യൂഡോ ആയിട്ട് സ്വിച്ച് ചെയ്യാം, അല്ലെങ്കിൽ വർക്ക് ചെയ്യില്ല. ഞാനിപ്പം ഡോക്കർ കമ്പോസ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിറ്റാച്ച്ഡ് മോഡിൽ -d എന്നും പറഞ്ഞ് കൊടുത്തു. എന്നിട്ട് എൻ്റർ ചെയ്യുക. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആ ഒരു ഡയറക്ടറി തന്നെയാണോ എന്നും ചെക്ക് ചെയ്യുക. കണ്ടില്ലേ, ഇപ്പം ഞാൻ സ്യൂഡോയുടെ സ്വിച്ച് ചെയ്യപ്പോൾ ഡയറക്ടറി മാറിപ്പോയി. അപ്പം ഞാൻ /home TechTVMൻ്റെ ഡയറക്ടറിയിൽ വന്നു. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് സ്യൂഡോ ആയിട്ട് സ്വിച്ച് ചെയ്യേണ്ട, നമുക്ക് TechTVM ആയിട്ട് തന്നെ നമുക്ക് റൺ ചെയ്യാം. നമുക്ക് സ്യൂഡോ കമാൻഡ് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന ഡയറക്ടറി ഏതാണ്? കൺഫ്യൂഷൻ ആക്കണ്ട, നമ്മൾ ആ ക്രിയേറ്റ് ചെയ്ത ഡയറക്ടറി തന്നെയാണ് /home TechTVM. ഇത് നിങ്ങളുടെ ഡയറക്ടറി, നിങ്ങൾ ഈ ഡോക്കർ കമ്പോസ് ഫയൽ ക്രിയേറ്റ് ചെയ്ത ഡയറക്ടറി ഏതാണോ അതിനകത്ത് തന്നെ പോവുക. കണ്ടില്ലേ, ഈ ഫയലുള്ള ഡയറക്ടറി. എന്നിട്ട്
അത് സ്യൂഡോ ഗ്രൂപ്പിലെ മെമ്പറാണ്, പെർമിഷൻ ഉണ്ടെങ്കിൽ റൺ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് റൂട്ടായിട്ട് സ്യൂഡോ ആയിട്ട് സ്വിച്ച് ചെയ്ത ശേഷം റൺ ചെയ്യുക. ഇപ്പോൾ ഞാൻ സ്യൂഡോ ആയിട്ട് സ്വിച്ച് ചെയ്യുന്നില്ല, ഇവിടെ ഞാൻ സ്യൂഡോ കമാൻഡ് കൊടുക്കുകയാണ്, റൂട്ടായിട്ട് ഞാൻ മാറുന്നില്ല. ഓക്കെ, അപ്പോൾ ഞാൻ സ്യൂഡോ കമാൻഡ് കൊടുത്തിട്ട് ഡോക്കർ കമ്പോസ് അപ്പ് -d എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. ഓക്കെ, എന്നിട്ട് ഞാൻ എൻ്റർ ചെയ്യാണ്. കണ്ടില്ലേ, ഇപ്പോൾ ക്രിയേറ്റിംഗ് നെറ്റ്വർക്ക്, ആദ്യം ആ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാണ്, വേർഡ്പ്രസ് ഡോക്കർ wp_നെറ്റ്വർക്ക് എന്നുള്ള. അത് കഴിഞ്ഞിട്ട് ഇമേജസ് പുൾ ചെയ്യാൻ തുടങ്ങിയത്. ഡേറ്റാബേസിൻ്റെ ഇമേജ് ആദ്യം പുൾ ചെയ്യുകയാണ്, കാരണം മറ്റേ വേർഡ്പ്രസ് ഇമേജിന് ഡേറ്റാബേസ് ഇമേജ് ആവശ്യമാണെന്നും പറഞ്ഞ് നമ്മളതിൽ പറഞ്ഞു കൊടുത്തിട്ട് ഉണ്ടായിരുന്നു. ഡിപ്പെൻഡ്സ് ഓൺ DB എന്നും പറഞ്ഞ് ആ ഡോക്കർ കമ്പോസ് ഫയലിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഡേറ്റാബേസ് ഇമേജാണത് പുൾ ചെയ്തുകൊണ്ട് വരുന്നത്, ആ ഒരു പ്രിയോറിറ്റി അനുസരിച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇനി നമ്മുടെ വേർഡ്പ്രസിൻ്റെ ഇമേജ് പുൾ ചെയ്തുകൊണ്ട് വരും. ഇവിടെ കുറച്ച് നെറ്റ് സ്ലോ ആയതുകൊണ്ടാണ് ഇതിന് ടൈം എടുക്കുന്നത്, അല്ലെങ്കിൽ ഇമേജസൊക്കെ പെട്ടെന്ന് ഡൗൺലോഡായി തീരുന്നതാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം ഇത് കഴിയുന്നവരെ. ഞാനപ്പോൾ ഇത് കഴിയുന്നവരെ ജസ്റ്റ് ഒന്ന് ഈ റെക്കോർഡിംഗ് ഒന്ന് പോസ് ചെയ്യുകയാണ്. ഇത് കഴിഞ്ഞ ശേഷം നമുക്ക് കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ ഒരുപാട് ടൈം വെയിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇപ്പം MySQLൻ്റെ ഇമേജ് കഴിയാറായി. MySQLൻ്റെ ഇമേജ് പുൾ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്തത് വേർഡ്പ്രസിൻ്റെ ഇമേജ് പുൾ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതും കൂടെ ഒന്ന് കഴിഞ്ഞിട്ട് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇമേജ് പുള്ള് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നമ്മുടെ കണ്ടെയ്നേഴ്സ് ഇമേജസ് എല്ലാം പുൾ ചെയ്ത് കഴിഞ്ഞ് കണ്ടെയ്നേഴ്സ് എല്ലാം ഇപ്പം റണ്ണിങ്ങിലാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഇമേജസിൻ്റെ ഏതൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കാം. ഓക്കെ, ഞാനിപ്പോൾ സ്യൂഡോ ഓക്കെ 2 ഇമേജസ്, ഈ പറഞ്ഞ വേർഡ്പ്രസിൻ്റെ ഇമേജും MySQLൻ്റെ ഇമേജും ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഡോക്കർ PS കമാൻഡ് അടിച്ച് നോക്കി. റണ്ണിങ് ആയിട്ടുള്ള ഇമേജസ് കണ്ടില്ലേ, 2 എണ്ണം റണ്ണിങ് ആയിട്ടുണ്ട്. ഒന്ന് ഇത് ആദ്യത്തെ വേർഡ്പ്രസിൻ്റെ ഇമേജ്, അത് കണ്ടില്ലേ, പോർട്ട് നമ്മുടെ ലോക്കൽ മെഷീനിൽ 8080 ആണ്, കണ്ടെയ്നർ പോർട്ട് 80 ആയിട്ട് മാപ്പ് ചെയ്തിരിക്കുന്നത്, അത് റണ്ണിങ് ആണ്. അതുപോലെ MySQLൻ്റെ കണ്ടെയ്നറും റണ്ണിങ് ആണ്, അത് ലിസണിങ് പോർട്ട് 3306 ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി എങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്, വേർഡ്പ്രസ് ഇൻസ്റ്റോളേഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇതൊരു വെബ് ബേസ്ഡ് കണ്ടൻറ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. അപ്പോൾ നമുക്ക് അതുകൊണ്ട് ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് അതിൽ നമ്മുടെ ലോക്കൽ പോർട്ടിൽ, നമ്മുടെ ലോക്കൽ ഹോസ്റ്റിൽ 8080 നമുക്ക് പോർട്ട് എടുത്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു പേജ് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അതിനർത്ഥം നമ്മൾ സക്സസ്ഫുള്ളി വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് ആദ്യം ജസ്റ്റ് ഒന്ന് ഞാൻ അതിൻ്റെ ബേസിക് ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആക്കി കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ ആദ്യം ഇംഗ്ലീഷ് തന്നെ സെലക്ട് ചെയ്യുക, എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക. നമ്മുടെ സൈറ്റ് ടൈറ്റിലും യൂസർ നെയിമൊക്കെ കൊടുക്കുക. സൈറ്റ് ടൈറ്റിൽ നമുക്ക് ടെക് ട്രിവാൻഡ്രം എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു. ഇതൊക്കെ വെബ്സൈറ്റ് ആയിട്ട് വരും നമ്മൾ ഈ കൊടുക്കുന്ന ഇൻഫർമേഷനൊക്കെ. ഇപ്പോൾ യൂസർ നെയിം നിങ്ങൾക്ക് ഞാനിപ്പം അഡ്മിനിസ്ട്രേറ്റർ എന്നും പറഞ്ഞ് കൊടുത്തു. പാസ്വേഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാസ്വേഡ് കൊടുക്കാം. നമുക്ക് അഡ്മിനിസ്ട്രേറ്റർ എക്സാമ്പിൾ നെറ്റ് 123 എന്നും പറഞ്ഞ് ഞാനിപ്പോൾ കൊടുക്കുകയാണ്. അത് വീക്കാണെന്ന് എഴുതി കാണിക്കുന്നുണ്ട്. കൺഫേം ദ യൂസ് ഓഫ് വീക്ക് പാസ്വേഡ്. പിന്നെ നിങ്ങൾക്ക് ഒരു ഇമെയിൽ ID നമുക്കിവിടെ കൊടുക്കാം, test@techtrivandrum.com എന്നും പറഞ്ഞ് ഞാൻ കൊടുത്തു. എന്നിട്ട് ഞാൻ ഇൻസ്റ്റാൾ വേർഡ്പ്രസ് ഇവിടെ കൊടുക്കണം, എന്നാലേ ബാക്കിയുള്ള ഇൻസ്റ്റാളേഷന് കംപ്ലീറ്റ് ആവുകയുള്ളൂ. ഇപ്പോൾ ഈ കൊടുത്ത അഡ്മിനിസ്ട്രേറ്ററും അതിൻ്റെ പാസ്വേഡ് നിങ്ങൾ മറന്നു അത് എഴുതിയിടുക. നിങ്ങൾ പിന്നീട് വേർഡ്പ്രസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണെങ്കിൽ കുഴപ്പമില്ല, അല്ലാത്ത സിറ്റുവേഷനിൽ ആക്ച്വലി എന്തെങ്കിലും പർപ്പസിനാണ് വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെങ്കിൽ ഈ സമയത്ത് നമ്മൾ കൊടുക്കുന്ന ആ ഒരു യൂസർ നെയിം പാസ്വേഡ് നിങ്ങൾ സൂക്ഷിച്ച് വയ്ക്കുക. ഇനിയിപ്പോൾ ഞാൻ ലോഗിൻ കൊടുക്കുകയാണ്. ഞാനിവിടെ അഡ്മിനിസ്ട്രേറ്റർ എന്നും പറഞ്ഞു കൊടുത്തു. പാസ്വേഡ് അഡ്മിനിസ്ട്രേറ്റർ @123. ഓക്കെ, എന്നിട്ട് ഞാൻ ലോഗിൻ കൊടുത്തു. ഓക്കെ, അപ്പോൾ ഈ കാണുന്നതാണ് വേർഡ്പ്രസിൻ്റെ ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്കിതിൽ സെറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് എങ്ങനെ നമ്മുടെ സൈറ്റ് നമുക്ക് കോൺഫിഗർ ചെയ്തെടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിൽ അപ്പിയറൻസിൽ പോയി തീംസ് എല്ലാം ഇൻസ്റ്റാൾ ചെയ്യാം, പ്ലഗിൻസ് ഇൻസ്റ്റാൾ ചെയ്യാം, യൂസേഴ്സ് ക്രിയേറ്റ് ചെയ്യാം, പേജസ് ക്രിയേറ്റ് ചെയ്യാം, ബ്ലോഗ് പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ചെയ്യാൻ പറ്റും. ഫംഗ്ഷനാലിറ്റീസ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. എന്തായാലും നമ്മളിപ്പോൾ ഇന്നിപ്പോൾ അതിൻ്റെ ഒരു ടോപ്പിക്ക് അല്ലാത്തതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നില്ല. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വേർഡ്പ്രസ് പഠിക്കുന്നതിന് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് അത് മാത്രമായിട്ടൊരു
സീരീസ് ചെയ്യാം വേർഡ് പ്രസിൻ്റെ. ഓക്കെ, കാരണം ഏറ്റവും പോപ്പുലറായിട്ടുള്ള ഒരു കണ്ടൻറ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. അപ്പോൾ എന്തായാലും ഇതിപ്പോൾ ശരിക്കും നമ്മൾ അഡ്മിൻ ബാക്ക് എൻഡാണ് ഇപ്പോൾ നമ്മൾ ലോഗിൻ ചെയ്തിരിക്കുന്നത്. ആക്ച്വലി യൂസേഴ്സിന് കാണുന്ന സൈറ്റ് ഇതല്ല. അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാനൊരു പേജ് എടുക്കുകയാണ്. ഓൾ പേജസ് ഉണ്ട്. ഇപ്പോൾ ഇതിൽ സാമ്പിൾ പേജ് ഞാനൊന്ന് എഡിറ്റ് ചെയ്യാം. അപ്പോൾ ഓൾറെഡി ഇതിലൊരു പേരുണ്ട്, ഒരു പേജ് ഇതിലുണ്ട്. അതിൽ കുറച്ച് സാമ്പിൾ കണ്ടൻറ്റ് എന്തെങ്കിലും കാണും. ഓക്കെ, ഇതിലിപ്പോൾ ഒരു സാമ്പിൾ പേജ് ഉണ്ട്. ഞാനത് ക്ലോസ് ചെയ്യുകയാണ്. ഓക്കെ, ഞാനിപ്പോൾ ഇതിൽ ഹലോ ടെക് ട്രിവാൻഡ്രം എന്നും പറഞ്ഞ് ഞാനെ കൂടെ കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് ഞാൻ സേവ് കൊടുത്തു. ഓക്കെ, അതെന്തെങ്കിലും ആയിക്കോട്ടെ. നമുക്ക് എക്സാമ്പിൾ ഞാൻ കാണിച്ചതേ ഉള്ളൂ. എന്നിട്ട് തിരിച്ച് ഡാഷ്ബോർഡിൽ പോയി നമുക്ക് ലോഗ് ഔട്ട് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു വെബ്സൈറ്റ് കാണുന്നതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ടൈം നമ്മൾ ആ ഒരു ലോക്കൽ ഹോസ്റ്റ് 8080 കൊടുത്തപ്പോഴാണ് നമുക്ക് അത് ഈ ഒരു ലോഗിനിലോട്ട് വന്നത്. അതിനുശേഷം ഇനി നമ്മളതെടുത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇതാണ് ശരിക്കും ഈ പറഞ്ഞ വേർഡ് പ്രസിൻ്റെ എക്സാമ്പിൾ ഹോം പേജ് ഇപ്പം നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇതിൽ ആ ഒരു സാമ്പിൾ പേജ് അതാണ് ഞാൻ എഡിറ്റ് ചെയ്ത്, കണ്ടില്ലേ, ഹലോ ടെക് ട്രിവാൻഡ്രം. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പേജസും കാര്യങ്ങളും ലിങ്ക്സും കാര്യങ്ങളും ഒരു വെബ്സൈറ്റ് ഉള്ള മൾട്ടി ഫങ്ഷണൽ വെബ്സൈറ്റ്സ് പല തീമിലും കാര്യങ്ങളും ഉള്ളതൊക്കെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ എന്തായാലും ഇപ്പോൾ കൂടുതൽ അതിലോട്ട് കടന്നു കഴിഞ്ഞാൽ അത് ഇപ്പോഴെങ്ങും തീരില്ല. നമ്മുടെ ഡോക്കറാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ സക്സസ്ഫുള്ളി ഇപ്പോൾ ഡോക്കർ ഉപയോഗിച്ചിട്ട് വേർഡ് പ്രസ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ്. ഞാനിതിപ്പോൾ ക്ലോസ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പം നമുക്ക് ഇതിന് ജസ്റ്റ് ചെയ്യേണ്ടി വന്നത് നമ്മുടെ ആ ഒരു ഡോക്കർ കമ്പോസ് ഫയൽ അല്ലേ. ഈ ഒരു ഡോക്കർ കമ്പോസ് ഫയൽ നമുക്കൊന്ന് കമ്പോസ് ചെയ്തെടുക്കേണ്ട ബുദ്ധിമുട്ട് മാത്രമേ ഇതിന് ഉണ്ടായിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ ട്രഡീഷണൽ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് നെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. നമ്മൾ സാധാരണ വേർഡ് പ്രസ് ഇപ്പോൾ ഒരു അപ്പാഷെ ലിനക്സ് ലാമ്പ് സെറ്റപ്പിൽ ലിനക്സ് അപ്പാഷെ MySQL സെറ്റപ്പിൽ എങ്ങനെ വേർഡ് പ്രസ് ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് നിങ്ങൾ ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള സൈറ്റ്സിൽ അത് കൊടുത്തിട്ടുണ്ട്. ഡിജിറ്റൽ ഓഷനോ അങ്ങനെയുള്ള സൈറ്റുകളിലൊക്കെ അതിൻ്റെ സ്റ്റെപ്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കുറച്ച് ഒരു ഇത്രയും എളുപ്പമല്ല, കുറച്ചുകൂടെ ഒരു പാടുള്ള സ്റ്റെപ്സാണ് അതിലുള്ളത് മൊത്തം ചെയ്ത് സെറ്റപ്പ് ചെയ്തെടുക്കാനായിട്ട്. ഇത് അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഡോക്കറിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ സക്സസ്ഫുള്ളി ഈ ഒരു പ്രോജക്റ്റ് നമ്മളിപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ പോർട്ട്സൊക്കെ മാറ്റി കൊടുത്ത് നോക്കാം. കുറച്ചുകൂടെ സെക്യൂർ ആക്കാൻ വേണ്ടി വേർഡ് പ്രസിന് കുറച്ചുകൂടെ ഹാർഡൻഡ് ആയിട്ടുള്ള പാസ്വേഡ്സ് കൊടുക്കാം. നിങ്ങൾക്ക് ഡേറ്റ പെർസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വോളിയൂംസൊക്കെ മാറ്റി ലൊക്കേഷൻസിൽ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതനുസരിച്ച് ഡോക്കർ കമ്പോസ് ഫയൽ ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്ത് നോക്കി എക്സ്പെരിമെൻറ്റ് ചെയ്യാം. ഇതുമായിട്ട് നല്ലപോലെ ഒന്ന് പരിചയിക്കാം നിങ്ങൾക്ക് ഡോക്കറുമായിട്ട് ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ. നമുക്ക് ഇനി കുറച്ച് അത്യാവശ്യം കമാൻഡ്സും കൂടെ നോക്കാം നമുക്ക്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ പറഞ്ഞ ആ ഒരു നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഡയറക്ടറിക്കകത്ത് ഈ പറഞ്ഞ ഡോക്കർ കമ്പോസ് എന്നുള്ള ഒരു YAML ഫയൽ ക്രിയേറ്റ് ചെയ്തു. അതിനകത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ ഡോക്കർ കമ്പോസ് അപ്പ് കൊടുത്തിട്ട് നമ്മൾ ഇത് റണ്ണിങ്ങിലാക്കിയത് അല്ലേ. കണ്ടില്ലേ, നമ്മൾ ആ ഡോക്കർ കമ്പോസിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്ന രണ്ട് ഡേറ്റ പെർസിസ്റ്റ് ചെയ്യാനുള്ള 2 വോളിയം ഡയറക്ടറീസ് കണ്ടില്ലേ, അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട് ഇതിനകത്ത്. കണ്ടില്ലേ, ഈ 2 എണ്ണം. അപ്പോൾ ഇനി നമുക്ക് ഡൗൺ ചെയ്യണമെങ്കിൽ കംപ്ലീറ്റ് ഡൗൺ ചെയ്യണമെങ്കിൽ നമുക്ക് ഡോക്കർ കമ്പോസ് ഡൗൺ എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി. ഈ ഡോക്കർ കമ്പോസ് YAML ഫയലിൽ ഉള്ള അതേ ഡയറക്ടറി നിന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് അത് ഡൗൺ ആവും ഇപ്പോൾ ഒറ്റയടിക്ക് തന്നെ. നമുക്കിപ്പോൾ തൽക്കാലം അത് ചെയ്യേണ്ട. അങ്ങനെ ഡൗൺ ആക്കിയിട്ട് ഡോക്കർ കമ്പോസ് നമുക്ക് ഡൗൺ കൊടുത്തിട്ട് ഡോക്കർ കമ്പോസ് ഡൗൺ കൊടുത്തിട്ട് നമുക്ക് -v എന്നും പറഞ്ഞ് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് നെറ്റ്വർക്ക്സും വോളിയൂംസും കൂടെ അത് ഉൾപ്പെടെ റിമൂവ് ആവും. നമുക്ക് വെറുതെ v കൊടുത്തില്ലെങ്കിൽ ഈ കണ്ടെയ്നേഴ്സ് മാത്രമേ ഡൗൺ ആവുകയുള്ളൂ. ബാക്കി ഈ വോളിയൂംസ് എല്ലാം ഇവിടെ തന്നെ കാണും. നെറ്റ്വർക്ക്സ് ക്രിയേറ്റ് ആയതും എല്ലാം അവിടെ തന്നെ കാണും. ഇനി നമുക്കൊരു കംപ്ലീറ്റ് നമുക്കിതൊന്ന് റീസ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഡോക്കർ കമ്പോസ് റീസ്റ്റാർട്ട് എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഇത് റീസ്റ്റാർട്ടായി വരും. ഇനി നമുക്ക് ലോഗ്സ് ചെക്ക് ചെയ്യുന്നത് ഡോക്കർ കമ്പോസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ലോഗ് ചെക്ക് ചെയ്യണമെങ്കിൽ ഡോക്കർ കമ്പോസ് എന്ന് കൊടുത്തിട്ട് LOGS എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ലോഗ് ഓക്കെ സ്യൂഡോ കമാൻഡ് കൊടുക്കാത്തതുകൊണ്ടാണ്, പ്രിവിലേജ് ഇല്ലാത്തതുകൊണ്ട്. ഓക്കെ, ലോഗ് കാണാൻ പറ്റും. കണ്ടില്ലേ, ലോഗ് അറിയാൻ പറ്റും. കംപ്ലീറ്റ് ആക്സസ് ലോഗ്സും എല്ലാം കാണാൻ പറ്റും നമുക്കിതിൽ. ഇപ്പോൾ നിങ്ങളെങ്കിൽ ഇത് ലോഗ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ബ്രൗസറിൽ നിന്ന് ആക്സസ് ചെയ്യുകയാണെങ്കിൽ നമ്മളിപ്പോൾ ലാസ്റ്റ് ചെയ്ത ആക്സസ് ലോഗാണ് ഇവിടെ കാണിക്കുന്നത്. ആ ഒരു ആക്സസ് ലോഗ് ആ ഒരു പേജ് ID എല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഒന്ന് ക്ലിയർ ചെയ്യണം. അപ്പോൾ നമുക്ക് അങ്ങനെ ലോഗ് ചെക്ക് ചെയ്യാൻ പറ്റും.
ഇനി ഒരു പർട്ടിക്കുലർ സർവീസിൻ്റെ മാത്രം ലോഗാണ് ചെക്ക് ചെയ്യേണ്ടതെങ്കിൽ ഡോക്കർ കമ്പോസ് ലോഗ് എന്ന് പറഞ്ഞു കൊടുത്തിട്ട് നമ്മുടെ ആ ഒരു വേർഡ് പ്രസ്സിൻ്റെ റണ്ണിങ് ആയിട്ടുള്ള അതിൻ്റെ ലോഗ് മാത്രമായിട്ട് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. വേർഡ് പ്രസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ലോഗ് മാത്രമായിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്കതിൽ ലോഗ്സ് എന്ന് ഞാൻ എൻ്റർ ചെയ്യാൻ വിട്ടുപോയി. ലോഗ്സ് എന്ന് പറഞ്ഞുകൂടെ കൊടുത്തിട്ട് സ്പേസ് സർവീസിൻ്റെ പേര് കൊടുക്കണം. കണ്ടില്ലേ? അപ്പോൾ ആ സെയിം അത് തന്നെ കിട്ടും. മറ്റേത് നമുക്ക് അതിൽ MySQLൻ്റെയും കൂടെ ഉണ്ടായിരുന്നു, പക്ഷേ ലാസ്റ്റ് വന്നത് വേർഡ് പ്രസിൻ്റെ ലോഗ്സ് ആയതുകൊണ്ടാണ് അത് നമുക്ക് ലാസ്റ്റ് കണ്ടത്. അപ്പം നമുക്കിനി റിയൽ ടൈമിൽ നമുക്ക് ലോഗ്സ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണമെങ്കിൽ, റിയൽ ടൈമിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ലോഗ്സ് കാണണമെങ്കിൽ വേർഡ് പ്രസ് ലോഗ്സ് നമുക്ക് ഡോക്കർ കമ്പോസ് ലോഗ്സ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് -f എന്നും പറഞ്ഞ് കൊടുത്താൽ കണ്ടേ റിയൽ ടൈം അത് എക്സിറ്റ് ആയില്ല. കണ്ടില്ലേ? ഇവിടെ പ്രോംപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇപ്പോൾ ആരെങ്കിലും ബ്രൗസറിൽ കയറിയിട്ട് നമ്മുടെ വേർഡ് പ്രസ് ആക്സസ് ചെയ്യണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. നമുക്കിതൊന്ന് ജസ്റ്റ് ഹാഫ് സൈഡിൽ കൊണ്ടുവയ്ക്കാം. നമുക്ക് എന്നിട്ട് ബ്രൗസർ എടുക്കാം. നമുക്കത് കണ്ടു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാനത് ജസ്റ്റ് ഇതൊന്ന് കാണിച്ചു തരാം. ബ്രൗസർ എടുത്തിട്ട് ഞാനിവിടെ വീണ്ടും നമുക്ക് ആ പേജ് ഒന്ന് എടുക്കാം. 80 പോർട്ട് 80 കണ്ടില്ലേ? അത് ഞാൻ എടുത്തപ്പോൾ തന്നെ അതിൽ സ്ക്രോൾ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലേ ലോഗ്സ്. ഇപ്പോൾ ജസ്റ്റ് നോക്കിക്കോ, നിങ്ങൾക്ക് ഏറ്റവും താഴെ വരുന്നത്. ഞാനിവിടെ സാമ്പിൾ പേജ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. കണ്ടില്ലേ? ആ പേജ് ക്ലിക്ക് ചെയ്തപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലോഗ് ഇവിടെ കണ്ടു. തിരിച്ച് ഞാനിവിടെ മെയിൻ പേജിലോട്ട് പോവുകയാണ്. കണ്ടില്ലേ? അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ലോഗ് ഇവിടെ ക്രിയേറ്റ് ആയി. അങ്ങനെ നമുക്ക് ലൈവായിട്ട് നമുക്ക് ലോഗ് മോണിറ്റർ ചെയ്യാൻ പറ്റും. ഞാൻ Ctrl+C അടിക്കുകയാണ്, എക്സിറ്റ് ആയി. ഓക്കെ, ക്ലിയർ ചെയ്യാം. അപ്പോൾ അങ്ങനെ ലൈവായിട്ട് നമുക്ക് ലോഗ് വാച്ച് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് നമ്മുടെ ഡോക്കർ PS അടിച്ച് ഡോക്കർ PS നമുക്ക് ഡോക്കർ PS അടിച്ചിട്ട് ഇപ്പോൾ റണ്ണിങ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സിൻ്റെ ഇൻഫർമേഷൻ കിട്ടി അല്ലേ? നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് ഏതെങ്കിലും ഒരു കണ്ടെയ്നറിനകത്തോട്ട് നമുക്കൊന്ന് ലോഗിൻ ചെയ്യണം. നമുക്ക് ഒരു ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കണ്ടെയ്നറിനകത്തോട്ട് നമുക്കൊന്ന് ഷെല്ലിലോട്ട് നമുക്ക് ലോഗിൻ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കമാൻഡാണ് docker exec -it ഇൻട്രാക്റ്റീവ് ടെർമിനൽ എന്നുള്ളതാണ്. എന്നിട്ട് നമുക്ക് ഈ ഒരു വേർഡ് പ്രസ്സിൻ്റെ ഷെല്ലിനകത്തോട്ട് നമുക്കൊന്ന് കയറാം. ആ ഒരു കണ്ടെയ്നറിനകത്തോട്ട് നമുക്കൊന്ന് കയറാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേർഡ് പ്രസ് എന്നിട്ട് അതിനകത്തുള്ള ബാഷ് ഷെല്ലിനകത്തോട്ട് കയറണമെങ്കിൽ ഞാൻ എൻ്റർ ചെയ്തു. ഓക്കെ, കണ്ടില്ലേ? ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചൊന്നറിയില്ല, മുമ്പ് നമ്മളിത് കൊടുക്കുന്നവരെ നമ്മുടെ TechtVM@Ubuntu എന്ന് പറഞ്ഞ ഈ ഒരു ഹോസ്റ്റിലായിരുന്നു നമ്മൾ ലോഗിനായി നിന്നിരുന്നത്. ഇപ്പം നമ്മൾ അവിടെ നിന്നുകൊണ്ട് നമ്മൾ ഈ വേർഡ് പ്രസ് റൺ ചെയ്യുന്ന, ശരിക്കും അതൊരു വേറൊരു സെർവർ പോലെ തന്നെയാണ്, വേറൊരു കണ്ടെയ്നർ എന്ന് പറയുമ്പോൾ നമ്മൾ അതിനകത്തോട്ട് ലോഗിൻ ചെയ്തു. ഇപ്പോൾ വേർഡ് പ്രസ്സിനകത്തോട്ട് ലോഗിൻ ചെയ്തു. അപ്പോൾ കണ്ടില്ലേ? ഈ ഒരു യൂസർ മാറി. റൂട്ട് ഇത് ആ കണ്ടെയ്നർ ID ആണ്. കണ്ടില്ലേ? ഈ കണ്ടെയ്നർ ID ഉണ്ടല്ലേ? ഇവിടെ കാണിക്കുന്ന സെയിം കണ്ടെയ്നർ ID ആണിത്. 8 സ്റ്റാർട്ട് ചെയ്ത് ഈ ഫയൽ എൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്തോട്ട് നമ്മൾ ലോഗിൻ ചെയ്തു. അപ്പോൾ അതിനകത്തോട്ട് നമ്മൾ ഈ ഒരു ലൊക്കേഷനിലാണ് നിൽക്കുന്നത്. ഈ ലൊക്കേഷനിലാണ് ബൈ ഡിഫോൾട്ട് ഈ പറഞ്ഞ ആ ഒരു വേർഡ് പ്രസ്സിൻ്റെ ഫയൽസ് എല്ലാം കിടക്കുന്നത്, ആ ഒരു വെബ്സൈറ്റിൻ്റെ. അപ്പോൾ ഈ ഫയൽ ഈ ലൊക്കേഷനാണ് ശരിക്കും നമ്മുടെ നമുക്ക് ഒന്നുകൂടെ വരാം. നമ്മുടെ ഈ പറഞ്ഞ വേർഡ് പ്രസ് ഡേറ്റ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോക്കൽ മെഷീനിൽ ആ ഒരു ഡയറക്ടറി ആയിട്ട് മാപ്പ് ചെയ്തിരിക്കുന്നത്, ലോക്കൽ ഓളിയോ ആയിട്ട് ഡേറ്റ പെർസിസ്റ്റൻസിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു റണ്ണിങ് കണ്ടെയ്നറിനകത്തോട്ട് നമ്മൾ ഇൻട്രാക്റ്റീവ്ലി ലോഗിൻ ചെയ്യുന്നത്. docker exec -it വേർഡ് പ്രസ്, ആ ഒരു കണ്ടെയ്നറിൻ്റെ പേര്, പിന്നെ സ്പേസ് ബാഷ് ടെർമിനൽ ഉണ്ടെങ്കിൽ അതിനോട്ട് ലോഗിൻ ചെയ്യാം. അല്ലെങ്കിൽ ഏത് ടെർമിനലാണോ, ഇനി വേറെ ഏതെങ്കിലും കണ്ടെയ്നറിന് ബാഷ് ടെർമിനൽ ഇല്ല, വേറെ ടെർമിനലാണ് ഷെല്ലാണുള്ളതെങ്കിൽ ആ ഷെല്ലിൻ്റെ പേര് കൊടുക്കുക. ഓക്കെ, ഇനി ഞാൻ Ctrl+D അടിച്ച് എക്സിറ്റ് ചെയ്ത് D ഫോർ ഡോഗ് എന്നുള്ളത് അല്ലെങ്കിൽ ഡോർ എന്നുള്ളത് അതടിച്ചിട്ട് ഞാൻ എക്സിറ്റ് ചെയ്തു. പിന്നീട് നമുക്ക് MySQLലും അതുപോലെ തന്നെ ലോഗിൻ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്കിതിലെ ഡോക്കർ വോളിയൂംസ് ഒന്ന് ലിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ sudo docker വോളിയം ls ഉണ്ടല്ലേ? 2 വോളിയൂംസാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. 2 വോളിയം ഉണ്ട്, ലോക്കലി ക്രിയേറ്റ് ചെയ്ത വോളിയൂംസാണ്, അത് 2 ഉണ്ട്. അതുപോലെ നമുക്ക് ഡോക്കർ നെറ്റ്വർക്ക്, എത്ര നെറ്റ്വർക്ക് ഉണ്ടെന്ന് അറിയാനായിട്ട് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത് നെറ്റ്വർക്ക് എന്ന് കൊടുത്തിട്ട് ls എന്ന് കൊടുക്കുക. കണ്ടില്ല? നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. മുമ്പ് അതുണ്ടായിരുന്ന ഡിഫോൾട്ടാണ്. ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തതിന് വേണ്ടിയിട്ട് WP_നെറ്റ്വർക്ക്, ഈ നെറ്റ്വർക്ക് ആണ്. ഡ്രൈവർ ബ്രിഡ്ജ് സ്കോപ്പ് ലോക്കലി ഉള്ള നെറ്റ്വർക്ക് അതിവിടെ കാണിക്കുന്നുണ്ട്. പിന്നീട് നമുക്ക് ഇതിൻ്റെ സ്റ്റാറ്റസ് ഒക്കെ ചെക്ക് ചെയ്യണം. നമുക്ക് ഡോക്കറിൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യണമെങ്കിലുള്ള കമാൻഡാണ് sudo docker
സ്റ്റാറ്റ്സ് എന്നും പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ സ്ക്രോൾ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കും. കണ്ടില്ലേ, ഇവിടെ സൈഡിൽ വെർട്ടിക്കൽ ബാർ ഇങ്ങനെ കൂടി വരുന്ന കണ്ടില്ലേ. ഇങ്ങനെ എത്ര CPU കൺസ്യൂം ചെയ്യുന്നുണ്ട്, എത്ര മെമ്മറി കൺസ്യൂം ചെയ്യുന്നുണ്ട്, നെറ്റ്വർക്ക്, ബ്ലോക്ക്, IO സ്റ്റാറ്റസ്, പ്രോസസ് IDs ഇതെല്ലാം കാണിക്കും, 2 കണ്ടെയ്നറിൻ്റെയും സെപ്പറേറ്റ്. ഇതിങ്ങനെ സ്ക്രോൾ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കും. കണ്ടില്ലേ, താഴെ വന്നുകൊണ്ടിരിക്കുകയാണ് അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട്. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും എത്രയാണ് ഇതിൻ്റെ റിസോഴ്സ് കൺസംഷൻ എന്നൊക്കെ ഉള്ളത്. എന്നിട്ട് Ctrl+C അടിച്ച് കഴിഞ്ഞാൽ എക്സിറ്റ് ആയി പോകും. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ സ്റ്റാറ്റസ് എല്ലാം ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അവസാനം വേണമെങ്കിൽ നമുക്ക് ഇതങ്ങ് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ അതിന് നമുക്ക് ഡോക്കർ കമ്പോസ് ഡൗൺ അടിച്ചാൽ മതി. ഡൗൺ അടിച്ചു കഴിഞ്ഞാൽ ഇത് സ്റ്റോപ്പായി കിട്ടും. നമുക്ക് ഡോക്കർ കമ്പോസ് ഡൗൺ കൊടുക്കാം. കണ്ടില്ല, ഇതെല്ലാം സ്റ്റോപ്പ് ചെയ്യാണ്, 2 കണ്ടെയ്നേഴ്സും സ്റ്റോപ്പ് ചെയ്യാണ്. ബാക്കി വോളിയൂംസും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ കാണും. അതെല്ലാം ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡോക്കർ കമ്പോസ് ഡൗൺ -v എന്നും പറഞ്ഞും കൂടെ കൊടുക്കുക. v ഓക്കെ. അപ്പോൾ ഇപ്പോൾ ഇനി നമുക്ക് ഡോക്കർ PS അടിച്ചു കഴിഞ്ഞാൽ റണ്ണിങ് കണ്ടെയ്നേഴ്സ് ഒന്നും ഇല്ല. കണ്ടില്ലേ, PS -a അടിച്ചു കഴിഞ്ഞാൽ അപ്പോഴും ഇല്ല, കണ്ടെയ്നേഴ്സ് ഒന്നും തന്നെ ഇല്ല. ഡോക്കർ നെറ്റ്വർക്ക് LS ഓക്കെ, നെറ്റ്വർക്കും പോയിട്ടുണ്ട്, ഇപ്പോൾ ഡൗൺ പോയിട്ടുണ്ട് അതിൽ നിന്ന്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു പ്രോജക്റ്റ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും കംപ്ലീറ്റ് ആയിട്ട്. ഇതിൻ്റെ ഡോക്കർ കമ്പോസിൻ്റെ പല ഭാഗങ്ങളും നമുക്ക് റൺ ചെയ്യുന്നതും അതിന് ബാക്കി കുറേ അത്യാവശ്യം കമാൻഡ്സും കാര്യങ്ങളൊക്കെ ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് ഇതൊന്ന് നല്ലപോലെ നിങ്ങൾ പരിചയമായ ശേഷം ഞാൻ ഉടൻ തന്നെ അടുത്തൊരു സെക്കൻഡ് പ്രോജക്റ്റ്, കുറച്ചുകൂടെ ഒന്ന് കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ്. ഇതിപ്പോൾ ഒരു സിമ്പിൾ പ്രോജക്റ്റാണ്, വേർഡ്പ്രസ്സിൻ്റെയും MySQLും ചേർത്തിട്ടുള്ളത്. രണ്ടും കൂടെ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്. നമുക്ക് കുറച്ചുകൂടെ ഒന്ന് കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് നമുക്ക് അടുത്ത സെഷനിൽ നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങളൊന്ന് നല്ലപോലെ ചെയ്ത് നോക്കി മനസ്സിലാക്കിയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ. നമുക്ക് അതനുസരിച്ചിട്ട് ഡിമാൻഡ് അനുസരിച്ചിട്ട് നമുക്ക് അടുത്ത എക്സാമ്പിൾ ഉടൻ തന്നെ ഞാൻ റിലീസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ബൈ ഫ്രണ്ട്സ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് പ്രൊമോട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനിടയ്ക്ക് ഒന്ന് ഷെയർ ചെയ്ത് ഹെൽപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സെഷനിൽ കാണാം ഇനി.